കൊട്ടാരത്തിൽ പുറത്തായാലും, ഏത് സുന്ദരിയായാലും, ഏത് തറവാട്ടുകാരിയായാലും ഭർത്താവ് മരിക്കുക, എത്ര കരുത്തുള്ള ബാപ്പയുണ്ടായാലും, എത്ര കരുത്തുള്ള പൊന്നാങ്ങളയുണ്ടായാലും, ആ മുസീബത്തും ദുനിയാവിലെ മുസീബത്ത് ഏറ്റവും അനുഭവിക്കുക എന്നത് ഭർത്താവ് മരിച്ചു പോകലാം. അപ്പോൾ അള്ളാഹുവിന്റെ വിധി ഖദീജയെ വീണ്ടും ചൂളയിലിട്ടു. ഒരു കാലത്ത് സ്വർണ്ണപ്പെടുത്തി, പിന്നെ തങ്കപ്പെടുത്തി. ആ പെണ്ണാണ് ഇവിടെ വരുന്നത്. മനസ്സിലായില്ല എന്തുകൊണ്ട്? തകൂന സൗജത്തൻ വതകൂന ഉമ്മൻ. ചിലപ്പോൾ ഭാര്യയായി നിൽക്കും, ചിലപ്പോൾ എന്തുകൊണ്ട്? ഭാര്യാധർമ്മം സുക്കൂനാണ്, സമാധാനം ഉണ്ടായി കൊടുക്കലാണ് ഭർത്താവിന്, അല്ലാതെ പ്രശ്നം ഉണ്ടായി കൊടുക്കലല്ല. എന്തിനാ ഭാര്യ? എന്നിട്ട് ഭാര്യ ഈ ലോകത്ത് ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്ന മനുഷ്യനാണ് മുഹമ്മദ്. നിങ്ങളിത് ചിന്തിക്കണം. ഞാനിത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ചരിത്രം നിന്ന് സർട്ടിഫിക്കറ്റ് തന്നിരിക്കും. എന്റെ റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് അല്ലാതെ എനിക്ക് ആവശ്യമില്ല. ഞാനിത് പഠിച്ചു പറയുക. അറബ് ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കണം ഈ വിഷയം. ചിന്തിക്കും. എന്തിനാ ഭാര്യ? അല്ലാഹുവിന്റെ മഹാദൃഷ്ടാന്തമല്ലോ. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഇണകളെ സംവിധാനിച്ചു. അവളിലേക്ക് ചേരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ. അപ്പോൾ ഭാര്യ പദവിയുടെ ധർമ്മം കേവല വികാര പൂർത്തീകരണമല്ല. എന്താണത്? സമാധാനം ഉണ്ടാക്കാൻ. ആ സമാധാനം ഉണ്ടാക്കാൻ പെണ്ണ് പലതും ചെയ്യും. അതിൽ പെട്ടെന്നതാണ് വൈകാരിക പൂർത്തീകരണം. മനസ്സിലായില്ല? പെണ്ണ് പലതും ചെയ്യും ഭർത്താവിന് എന്തുണ്ടാക്കി കൊടുക്കാൻ. സമാധാനം. അങ്ങനെയല്ല. നിങ്ങൾ വിഷമം വരികയാണ്. വീട്ടിലാകട്ടെ ചോറ് കഴിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് ഉമ്മ അവിടെ എന്തെങ്കിലും പൊന്നുമോനെ എടാ ഈ വരുന്ന വർത്താനം എന്തടാ നേരത്തെ അറിയിക്കായിരുന്നു. നീ ആകട്ടെ ബാംഗ്ലൂരുമാണ്. പിന്നെ നീ വന്ന് ബസ്സിന് ഓട്ടോറിക്ഷയ്ക്ക് വന്ന് വീട്ടിലിറങ്ങി. എന്തടാ എന്ന് വിളിക്കാതെ വന്ന് ചോറിന്റെ നേരം കഴിഞ്ഞല്ലോ, മോനെ ഇവിടെ ഒന്നും ഇല്ലല്ലോ, നീ ഒന്ന് വിളിച്ച് ഒന്നുകൂടെ ഇരുന്നടാ. ഏതാ നീ ഇരിക്ക. ഉമ്മ അവിടെ തന്നെ ഇരിച്ചു. പിന്നെ ഉമ്മ എന്ത് ചെയ്യും? പിന്നെ ഉമ്മ പലതും ചെയ്യും. പിന്നെ വേഗം അപ്പുറത്ത് പോയിട്ട് രണ്ട് ഏത്തക്കായ എടുത്തിട്ട് വാട്ടിയിട്ട് പെട്ടെന്ന് ഇവിടെ വെക്കും. അപ്പോഴത്തെ പുറത്ത് രണ്ട് കോഴിമുട്ട വാട്ടിയിട്ട് അത് പുറത്ത് വെക്കും. അപ്പോഴത്തെ രണ്ട് ചായ കൂടെ കൊണ്ടുവരും. മനസ്സിലായില്ല? ഇങ്ങനെ ഉമ്മ ഓടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉമ്മ പലതും ചെയ്യും. ഏത്തക്ക കൊടുക്കും, മുട്ട കൊടുക്കും, ചായ കൊടുക്കും. ഉമ്മാന്റെ ലക്ഷ്യം എന്താ? വയറിറക്കുക എന്നതുപോലെ പെണ്ണിന്റെ ലക്ഷ്യമെന്താ? ഭർത്താവിന്റെ സമാധാനം. അതിനുവേണ്ടി അവൾ ശരീരവും നൽകും. എന്തൊരു വിഡ്ഢിത്തരാണ് ഈ ചരിത്രം പഠിപ്പിച്ചത് ലോകത്തിന്. മലയാളികൾ ഭീമരായ വിഡ്ഢിത്തരം. ഇപ്പോൾ മലയാളി മാപ്പിള കുട്ടികളുടെ 1.5 വർഷമായിട്ട് മലയാള മാപ്പിള കുട്ടികളുടെ ജീവിതത്തിന്റെ വസന്തം എന്ന് പറഞ്ഞാൽ സിനിമക്കാർ കൊണ്ടുവന്ന അഡർലോ എന്ന പിക്ചറാണ്. അതിൽ ഒരു കാമാർത്ഥിയായ ഖദീജ അവതരിപ്പിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻഹ. ഒരിക്കലും ഖദീജ അങ്ങനെയല്ല. റളിയല്ലാഹു അൻഹ. ഒരിക്കലുമല്ല. രണ്ടാമത്തെ ഭർത്താവ് കൂടി പിരിഞ്ഞപ്പോൾ ഭർത്താവിനോ ഖദീജയോട് കുടുംബം പറഞ്ഞതാണ്, ഈ ഒരു വിവാഹം ചെയ്യരുതോ ഖദീജ. അപ്പോൾ പറഞ്ഞില്ല, വേണ്ട 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 വേണ്ട, അങ്ങനെ പറ്റില്ല മോളെ, നിനക്ക് 2 തവണ വേണ്ട ഉമ്മ. ആര് പറഞ്ഞു? ഈ ഖദീജയാണ് പിന്നെ മുഹമ്മദ് മുസ്തഫയുടെ അടുത്ത് ആളെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ബന്ധമുണ്ട്. എന്ത് വിചാരിച്ച്? മുഖത്ത് സൂര്യനൊടിക്കുന്ന പെൺകുട്ടികൾ അറബി വീട്ടിലില്ല. 10ഉം 12ഉം വയസ്സായ പെൺകുട്ടികളിൽ അറബി വീടുകളിൽ സൂര്യനും ചന്ദ്രനും കയ്യിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നവരില്ലേ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ആരാ? മുഹമ്മദ് ഫാരിസ് മക്കായിലെ പെൺപിള്ളേരുടെ സ്വപ്നത്തിലെ രാജകുമാരനല്ലേ?
എവിടെ ഒരു നന്മ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഹീറോ മുഹമ്മദാണ്. എന്തുകൊണ്ട് ആ 40 വർഷവും മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലല്ലാതെ ആ 25 വർഷവും നബിയുടെ ഈ വിവാഹത്തിന് മുമ്പ് കൂട്ടാം, ഏതായാലും ഉണ്ട്, മുമ്പ് തന്നെ കൂട്ടാം. മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലല്ലാതെ മക്കയിൽ ഒരു വിഷയം നടന്നിട്ടില്ല. മക്കക്കാരുടെ എല്ലാം തികഞ്ഞ സമരയോദ്ധാവ്. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരന്റെ കച്ചവടം കൊള്ളയടിച്ചു ആസ് ബിൻ വായിൽ. ആദ്യം എന്താ ചെയ്തത്? പൈസ പറഞ്ഞ് പിന്നെ കച്ചവടം വാങ്ങി, സാധനം ഇങ്ങോട്ട് വാങ്ങി, ഹോൾസെയിൽ സാധനം എടുത്തിട്ട് പിന്നെ പൈസ കൊടുക്കാൻ നേരത്ത് പൈസ ഞാൻ തന്നിട്ടുണ്ടല്ലോ. ആസ് ബിൻ വായിൽ മക്കയിലെ 4 ധനാഢ്യന്മാരിൽ ഒരാളാണ് ആസ് ബിൻ വായിൽ. അയാൾ പലവട്ടം പറഞ്ഞു പൈസ കൊടുത്തില്ല, പൈസ ഞാൻ തന്നിട്ടുണ്ട് മക്കയിലെ വലിയ മോരാളി. അപ്പോൾ പലരോടും പോയി പറഞ്ഞു, അബൂജഹലിനോട് പറഞ്ഞു, പലരോടും പറഞ്ഞു ഇയാള് ഈ പൈസ വാങ്ങിയിട്ട് എല്ലാവരും പുച്ഛിച്ചളി. കാരണം ആസ് ബിൻ വായിലിനെതിരെ പ്രതികരിക്കാൻ അറിയില്ല. ഇത് മുഹമ്മദ് എന്ന മനുഷ്യനായിരുന്നു, നബിയായിട്ടില്ല, ചെറുപ്പക്കാരൻ. അത് നടക്കൂല. ഇവിടെ കച്ചവടത്തിന് ഏതോ നാട്ടിൽ നിന്ന് വരുന്ന ആളുടെ പൈസ പറ്റിച്ച ചരക്ക് ഇവിടെ ഞാനുള്ള കാലത്ത് നടക്കൂല. മര്യാദക്ക് പൈസ കൊടുക്കണം. ആളുകൾ അങ്ങോട്ട് കൂട്ടി ഒരു വീട്ടിൽ ആളെ കൂട്ടിയിട്ട് ഈ വിഷയത്തിൽ തീരുമാനം. എല്ലാവരും ഈ മനുഷ്യനോട് കരാറിൽപ്പെട്ടു. ആയിക്കോട്ടെ. എത്രയാ ചരിത്രം. അപ്പോൾ മക്കൈക്കാരുടെ ഹീറോവാണ് ആര്? മുഹമ്മദ്. അങ്ങനത്തെ ഒരു ഹീറോക്ക് ആരെ മോളെയും കിട്ടൂല മനുഷ്യന്മാര്. പിന്നെ എന്തിന് 2 ഭർത്താക്കന്മാർ വലിയ കാലഘട്ടം ഉപയോഗിച്ച് അവരുടെ കിടപ്പുമുറികളിൽ അവരുപയോഗിച്ച് അവർക്ക് കുട്ടികളെയും പ്രസവിച്ച് കൊടുത്ത ഒന്നുമല്ലാത്ത ഒരു പെണ്ണിന്, ആ പെണ്ണ് ഈ മനുഷ്യന്റെ വൈകാരിക പൂരണത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ഒന്നുമല്ല. ഒരു പുരുഷന്റെ കടക്കണ്ണ് പോലും എത്താത്ത അതിസുന്ദരിമാരായ പെൺകുട്ടികൾ മക്കയിലുണ്ടായത്. എന്തിനീ പെണ്ണിനെ തിരഞ്ഞെടുത്തു? മുഹമ്മദീയ വിവാഹത്തിന്റെ ലക്ഷ്യം ഒരിക്കലും കാമപൂരണമല്ല. ഖദീജ മരിച്ചിട്ട് പിന്നെ കിട്ടിയതായ സൗദയ, ഒരു പെണ്ണെന്ന നിലയിൽ ഒന്നിനും പറ്റാത്ത സൗദയ. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു പെണ്ണെന്ന നിലയിൽ ഒന്നിനും പറ്റാത്ത സൗദയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ വഫാത്തിന് ശേഷം മക്കയിൽ കല്യാണം കഴിക്കുന്നത്. കുട്ടി വികാര പൂർത്തീകരണം കാണിക്കുക. അന്നൊക്കെ അല്ലേ ഇങ്ങനെ മേധസ് തളക്കേണ്ട കാലം അതല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളെ പാട്ടുകൾ ഓറിയന്റലിസ്റ്റുകൾ അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ പാട്ടുകളിൽ നിന്ന് സിനിമക്കാർ പകർത്തി ചരിത്രം. മലയാളത്തിന്റെ ചരിത്രം, മലയാളത്തിലെ കഥാപ്രഭാഷകരും മലയാളത്തിലെ കവികളും പാട്ടുകാരും ഖദീജയോട് അനീതി ചെയ്തു. ആരാണ് ഖദീജ? ഖദീജ ഉമ്മുൽ ഉസ്റത്തി ത്വയ്യിബത്തി ത്വാഹിറത്തിൽ മുഖദ്ദസ, പരിശുദ്ധയായ ഒരു കുടുംബത്തിന്റെ ഉമ്മയാണ് ഖദീജ. ഹൈദർ തങ്ങളുടെ ഉമ്മയാണ് ഖദീജ. ജിഫ്രി മുത്തുക തങ്ങളുടെ ഉമ്മയാണ് ഖദീജ. റിഫായി ഷേഖിന്റെ ഉമ്മയാണ് ഖദീജ. മുഹദ്ദീൻ ഷേഖിന്റെ ഉമ്മയാണ് ഖദീജ. ഷാദുൽ ഇമാമിന്റെ ഉമ്മയാണ് ഖദീജ. തിജാനി തങ്ങളുടെ ഉമ്മയാണ്, അഹ്മദ് തിജാനി റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് ഖദീജ. മനസ്സിലായോ പറഞ്ഞത്? ഖാജ മുഈനുദ്ദീന്റെ ഉമ്മയാണ് ഖദീജ. നിങ്ങളെന്താ വിചാരിച്ച്? മമ്പർത്ത പാപ്പന്റെ ഉമ്മയാണ് ഖദീജ. ആ ഉമ്മ ഒരു കാമപൂരണത്തിന് വേണ്ടി മാളിക മുകളിൽ കയറി നോക്കിയിരുന്നു. വിഡ്ഢികളെ, എന്റെ കാര്യം പഠിച്ചില്ല ചരിത്രം. ഇത് ഞാൻ ഇങ്ങനെ ഒന്നും വിടൂല. ഞാൻ ഇതിന്റെ ചരിത്രത്തിന് നീങ്ങുമ്പോഴേക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമയും പറ, അല്ലാഹു തൗഫീഖ് തരും. മനസ്സ് തുറന്നാമയും പറ. ഇത് മലയാളിക്ക് മലയാളി ചരിത്രം പഠിക്കാത്തതാണ്. എവിടുന്ന ഇത് തെറ്റിയത്? ചരിത്രം പഠിച്ചില്ല. ചരിത്രം പഠിച്ച സ്വാലിഹീങ്ങളായ ആലിമീങ്ങളുണ്ട്, അവരിൽ നിന്ന് കഥാപ്രസംഗക്കാരും പഠിച്ചില്ല. പിന്നെ നമ്മളെ പ്രഭാഷണങ്ങൾ പകർത്തിയത്, ആനുകാലിക പ്രഭാഷണങ്ങൾ പകർത്തിയത് ആരിൽ നിന്നാണ്? കഥാപ്രസംഗക്കാരിൽ നിന്നാണ്. അത് പിന്നെ ഒരു ലൈംഗിക ചുവയുള്ള അവസ്ഥയെ. അപ്പോൾ പിന്നെ ആരാ നേടിയത്? ഓറിയന്റലിസ്റ്റും ജൂദായിസവും. ആ കേൾവിക്കാർക്ക് അതാവശ്യം, അതാണ് ആവശ്യം. കരഞ്ഞു. എന്ത് ഖദീജ? ഭയങ്കര പണ്ഡിതയാണ്.
റളിയല്ലാഹു അൻഹ ഭയങ്കര മഹതിയാണ്. വൈകാരികത എന്നത് ആ പെണ്ണിലില്ലെന്നെ റളിയല്ലാഹു അൻഹ. കടക്കണ്ണിറങ്ങി പുരുഷനെ നോക്കുന്ന പെണ്ണല്ല ഖദീജ. ഖദീജക്ക് ഈ മനുഷ്യന് ആവശ്യമുണ്ട്. പക്ഷേ ആ മനുഷ്യൻ തനിക്ക് കിട്ടും, അത് പേടിയാണ്. എന്തുകൊണ്ട്? ഈ മനുഷ്യനെ കിട്ടിയാൽ ഭൂമിയും ആകാശവും സ്വന്തമാവും എന്ന് ഖദീജക്കറിയാം. അതാണ് അതിന്റെ വിഷയം. നമ്മൾ മനസ്സിലാക്കിയില്ല. മലയാളിക്ക് എന്നും ഒരു തെറ്റ് വെച്ചിട്ടുണ്ട്, ചരിത്രം പഠിക്കൂല. മലയാളിക്ക് എന്നും ഒരു തെറ്റ് വെച്ചിട്ടുണ്ട്, ചരിത്രം പഠിക്കൂല. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ഫാത്തിഹയിൽ ഏറ്റവും വലിയ ആയത്ത് ചരിത്രത്തിനാണ്. ഫിഖ്ഹിന് ചെറിയ ആയത്താണ്. ഇയ്യാക നഅ്ബുദു ഫിഖ്. എന്നാ ചരിത്രം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഏറ്റവും നീണ്ട ആയത്ത് ഫാത്തിഹയിൽ. ആ ആയത്ത് കണ്ടാൽ അത് മൂന്നായത്തോളം തോന്നിപ്പോകും. അത്ര വലിയ ആയത്തും ത്വീല. ഫാത്തിഹയിലെ ഏറ്റവും നീണ്ട ആയത്ത് എന്തിനാണ്? താരീഖ്, ചരിത്രത്തിനാണ്. ഫിഖ്ഹിന് ഇത്രയുള്ളൂ. ഇയ്യാക നഅ്ബുദു. മനസ്സിലായി പറഞ്ഞു. ഫിഖ് നല്ലതല്ലേ? ആണ്. പക്ഷെ ചരിത്രം ലെവലായിട്ടില്ലെങ്കിൽ എന്ത് ഫിഖ്? ചരിത്രത്തിനാണ് ഇമാൻ ഉണ്ടാവുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോൾ നിസ്കരിച്ചൊന്നല്ല, ചരിത്രം പഠിച്ചോളാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ചരിത്രം പഠിച്ചാൽ ഹിദായത്ത് ഉണ്ടാവും. ഹിദായത്ത് ഉണ്ടായി നിസ്കരിച്ചാൽ സ്വീകരിക്കും. ഇനി ചരിത്രത്തിന്റെ ഉമ്മയെ തന്നെ മാംസാർത്ഥയായ പെണ്ണാക്കിയാലോ? ഭീമമായ തെറ്റ് എന്ന് പറഞ്ഞ ഭീമമായ തെറ്റാണ്. ഭീമമായ തെറ്റ്, ഭയങ്കര തെറ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിയില്ല. ഇതിന് കാരണം എന്താ? ചരിത്രം പഠിച്ചില്ല. നിങ്ങൾ നുബുവത്തിന് മുമ്പുള്ള മുഹമ്മദിനെ മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന് ഏത് കുടുംബത്തിനും പൊന്നു കൊടുക്കും. മനസ്സിലായോ പറഞ്ഞത്? ഞാനായെന്ന ആ മനുഷ്യന്റെ സ്വയം വിനയമുള്ളവരെ മാത്രമേ അള്ളാഹ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ വിനയമുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഫൈസ വരുമ്പോഴും ഞാനെങ്ങനെ ഖദീജയെ കിട്ടുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയും? മുഹമ്മദ് മുസ്തഫ അതിനും വലിയ ആളല്ലാത്തതുകൊണ്ടൊന്നും അല്ല. പിന്നെന്താണ്? ചെറുതാകുക. അതാണ് അനുഭവത്തിന്റെ അടിസ്ഥാനം. വിനയാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഈ മനുഷ്യൻ ആരും പെണ്ണുകൊടുക്കാത്തത് എന്തിന്? പിന്നെ 5 ആളുകൾ വന്ന് വളയുന്നുണ്ട്. സ്വന്തം ഇളാപ്പ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം ഒരിക്കൽ വളഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഇൻ കുന്ത തുരീദു മാലൻ നുഅതിക വഇൻ കുന്ത തുരീദു ബനാതൻ നുഅതിക ഇയാഹി. നിനക്ക് മുഹമ്മദ് വേണ്ടത് പണം. ഞങ്ങളുടെ ബിംബങ്ങൾക്കെതിരെ നീ ഈ കളിക്കുന്നതിന് പകരമായി നീ കളി നിർത്താൻ സമ്പത്താണോ വേണ്ടത്? തരാം. നിനക്ക് പുരുഷൻ തൊട്ടിട്ടില്ലാത്ത പെൺകുട്ടികളെ വേണോ? തരാം. ആര് പറയുന്നുണ്ട്? സ്വന്തം ഇളാപ്പയടക്കം അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം എന്ന് പറയുന്നുണ്ട്. ആരോട്? മുസ്തഫാനോട്. അപ്പൊ എന്താ പറഞ്ഞത്? സൂര്യനെയും ചന്ദ്രനെയും കയ്യിൽ വെച്ച് നിർത്തുക. മനസ്സിലായോ പറഞ്ഞത്? കൈകളിൽ വെച്ചുടന്നാൽ പോലും നിറുട്ടിൽ ഇവനെ പ്രയത്നം. മുഹമ്മദ് അങ്ങനെയല്ലേ വള്ളത്തോട് എഴുതിയത്? നിങ്ങൾ എനിക്ക് പെൺകുട്ടികൾ, എന്തിനെനിക്ക് പെൺകുട്ടികൾ? സൂര്യനെയും ചന്ദ്രനെയും തന്നാലും ഞാൻ നിർത്തൂല. അങ്ങനെയല്ലേ പറഞ്ഞു? കണ്ടതിലേശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലതിഞ്ഞു വീണു നിരസ്ത വിശ്വാസരേഖ കുറുമ്പുമാറാത്ത കുറേശ്ശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ ഈ നിങ്ങൾക്കൊപ്പം കല്ലല്ല മരമൽ അല്ലാഹു സർവാധി പശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങി ചെറുലം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. ധർമ്മമേ നിൻ കെടുമഞ്ഞു വീഴായി ഗഹമ്മദിൻ സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിറുട്ടിൽ ഇവനി പ്രയത്നം. റസൂൽ മുസ്തഫ
ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ഇൻ കുൻത തുരീദു ബനാതി നുസബ്ബിജുക ഇയ്യാഹുന്ന. നിനക്ക് പെണ്ണുങ്ങൾ വേണോ? പുരുഷൻ തൊട്ടിട്ടില്ലാത്ത പെൺകുട്ടികളെ എത്ര വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചേരാം. സമ്പത്ത് വേണോ? മദീനയിലെ മക്കയിലെ ഏറ്റവും വലിയ മുതലാളിയാക്കി തരാം. ആര് പറയും? ഖുറൈശികൾ സ്വന്തം അളാപ്പടക്കം. അപ്പോഴാണ് ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഒരിക്കലും എനിക്ക് പെൺകുട്ടികളെ വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? തന്നെക്കാൾ വയസ്സുള്ള അപ്പൊ ഖദീജക്ക് വയസ്സെത്ര? 55. നുബൂവത്ത് കിട്ടിയപ്പോൾ പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ട് പരസ്യ പ്രബോധനത്തിന് ഇറങ്ങി. മനസ്സിലായോ? അപ്പോൾ ഖദീജക്ക് വയസ്സ് 58. അതിനുശേഷമാണ് ബലിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഖദീജക്ക് ഏകദേശം ഒരു 10-60 വയസ്സുള്ള സമയത്ത് 65-ാമത്തെ വയസ്സിലാണ് ഖദീജ മരിക്കുന്നത് റളിയല്ലാഹു അൻഹ. മനസ്സിലായോ പറഞ്ഞത്? അന്ന് റസൂലുള്ളാഹി യുവാവായ 50 വയസ്സുകാരൻ 65-ാമത്തെ വയസ്സിൽ ഈ തൊണ്ടി സ്ത്രീ മരിക്കുന്നത് വരെ അപ്പോഴും തന്റെ ഇഷ്ടപ്പെട്ട സഹധർമ്മിണിയാണ് ആര്? ഖദീജ. എന്ത് പ്രേമബന്ധാണോ, എന്ത് വൈകാരിക പ്രേമമാണോ, എന്ത് കാമാർത്ഥമായ ബന്ധാണോ അവർക്കിടയിൽ. പിന്നെ ആണും പെണ്ണും തമ്മിൽ ചേർന്നാൽ സ്വാഭാവികമായും അവർക്ക് അവരുടെ കാര്യത്തിന് അവർ മതിയാവുമല്ലോ, വേറെ വിഷയമില്ല. പക്ഷെ കാമാർത്ഥ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഖദീജയിലേക്ക് ചേർന്നത് മുഹമ്മദ് മുസ്തഫ. ഖദീജ അങ്ങോട്ട് ചേർന്നത്. പെണ്ണിന് ഏകദേശമൊക്കെ ചെയ്യിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ 40 വയസ്സാവുക. 40 വയസ്സിന് ശേഷം എപ്പോഴും പെണ്ണിന് സിന്നുല്യസ് വരാ. മനസ്സിലായില്ല? ആർത്തവം നിലച്ചോളാം. എത്രയ്ക്ക് ശേഷം? 40 ശേഷം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പുരുഷന് തിരിയില്ല. പുരുഷൻ മരിച്ചിട്ട് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുരുഷൻ വികാരം അടങ്ങുള്ളൂ. എന്താ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? പെണ്ണിന് 40 ശേഷം എപ്പോഴും വികാരം തീരാം. എപ്പോഴും തീരാം. പുരുഷനോ? പുരുഷന് 85-90 വയസ്സായിട്ട് 100 വയസ്സായിട്ട് മരിക്കുമ്പോൾ വികാരം ഉണ്ടാവും. മരിച്ചിട്ട് 5 മിനിറ്റ് ചൂടാറും, അതുവരെ ഉണ്ടാവും. അവസാനത്തെ ചൂടാറുമ്പോഴാണ് വികാരം പൂർത്തിയാവുക. മരിച്ചിട്ട് പിന്നെ 5 മിനിറ്റ് ഇന്തിഷാർ ഉണ്ടാവും. അവയവങ്ങൾ ഉത്തേജിക്കാം. മരിച്ചിട്ട് പുരുഷന്. ഈ 25 വയസ്സായ മക്കയിലെ ഹീറോയായ രാജകുമാരന് എന്തിനാണ് ഈ തൊണ്ടിയെ കിട്ടുന്നത്? എന്നിട്ട് ആ തൊണ്ടിയെ കൊണ്ടിടക്കുക. 65 വയസ്സായി. അപ്പൊ ഈ മനുഷ്യൻ കരുത്തൻ. മനസ്സിലായോ? ഈ മനുഷ്യന്റെ ബന്ധത്തിൽ എന്ത് വൈകാരിക കാമാർത്ഥതയാണ് അവിടെ ഉള്ളത്. അന്നല്ലേ അത് ചെയ്യേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. മദീനയിൽ നിയമങ്ങളുടെ കാലാണ്. അപ്പോൾ എത്ര ആളെ കിട്ടിയാലും അത്ര ആളുകളും പകർത്തണം. ഒരാൾ മാത്രം കിടപ്പറയിൽ നിന്ന് പകർത്തിയാൽ പോരാ. ഒരു പ്രവാചകൻ എന്ന നിലയിൽ കിടപ്പറ പകർത്തേണ്ടതുണ്ട്. കോടാനക്കൂടി നിയമങ്ങൾ കിടപ്പറയിലുണ്ട്. അത് ഒരാൾക്ക് പകർത്തിയെത്തില്ല. അവരെത്ര ആക്കിലെത്തായാലും. മക്ക ജീവിത കാലഘട്ടത്തിൽ നിയമങ്ങളുടെ കാലല്ല, പകരം സമരത്തിന്റെ സ്ട്രഗിൾ ലൈഫാ, സമരത്തിന്റെ കാര്യം. അപ്പോൾ നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെന്താ? താങ്ങാൻ ഒരാൾ വേണം, വിവേകമുള്ള ഒരു ആള് വേണം. അത് സ്വന്തം ഇണ ആര്? ഖദീജ. മദീനയിൽ പിന്നെ താങ്ങാൻ ആള് വേണ്ട. മദീനയിൽ والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മദീനയിൽ അൻസാറുണ്ട്. അപ്പോൾ അവിടെ ആര് വേണ്ട? ഖദീജ. നിയമം പകർത്താൻ കിടപ്പറയെ കുറിച്ച് നിങ്ങൾ മതി. അതാണ് മദീനയിലെ വിവാഹങ്ങളൊക്കെ. നിങ്ങൾ ഇതിന്റെ കൂടെ വന്നാലേ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്. കുടുംബജീവിതത്തിന് മൊത്തം നിയമങ്ങൾ, കൂടി നിയമങ്ങൾ.
മനസ്സിലായില്ലേ? ഭാവങ്ങളിൽ, താളങ്ങളിൽ ഓരോന്നിലും എന്തുണ്ട്? നിയമങ്ങളുണ്ട് മുത്തുനബിക്ക്. അതിലിപ്പോൾ നീ എത്ര ആഖിറത്തായാലും പകർത്തിയാ തീരില്ല. മക്ക നിയമങ്ങളുടെ കാലഘട്ടമല്ല, മക്ക സ്ട്രഗിൾ ലൈഫാണ്. ഒരു സമര ജീവിതമാണ് ഇവിടെ മക്കയിൽ. മദീനത്തെ നിയമങ്ങളുടെ കാലഘട്ടം. ഇടക്കിടക്ക് പുറത്തു സമരം ചെയ്യേണ്ട ഒരു സമരം ചെയ്യും. അപ്പോഴും മര്യാദയും പുറത്തിറങ്ങേണ്ട കാര്യത്തിനൊക്കെ ആളുണ്ട്. ആർക്ക്? നബിക്ക്. ബദർ യുദ്ധത്തിൽ പോലും നബി കളത്തിലിറങ്ങിയിട്ടില്ല, ആളുണ്ട്. അപ്പൊ മക്കയിൽ എന്താ വേണ്ടത്? താങ്ങാൻ ആള് വേണം. മക്കയിൽ ഒറ്റകാൽ പട്ടാളാണ്. അപ്പോൾ എന്ത് വേണം? സമാധാനം കൊടുക്കാൻ ആള് വേണം. മദീനയിൽ ആയിരക്കണക്കായ ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്ന് കൊല്ലം പാടിയ പാട്ടല്ലേ അവർ. 100 കണക്കിന് ആളുകൾ വന്നല്ലേ. ഒന്നാം ദിവസം തന്നെ വന്ന് പറഞ്ഞത് بدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. 100 ആളുകളെ മനുഷ്യനവന്റെ ചെവി മുളച്ചതിന് ശേഷം ഏറ്റവും മനോഹരമായി കേട്ട കവിതകൾ മദീന അതിർത്തിയിൽ വെച്ച് മദീനക്കാരായ ഔസ് ഖസ്റജ് അൻസാർ പാടിയ ഗാനമല്ലേ. മനുഷ്യൻ അവന്റെ സർഗവാസന ഉണർന്നതിന് ശേഷം ഇത്ര മനോഹരമായി, ഇത്ര ഹൃദയത്തിലേക്ക് ഒരു ഗാനം ഉണ്ടായില്ല. 100 കണ്ഠങ്ങൾ ഒരുമിച്ച് ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങളെതിരേറ്റിരിക്കുന്നു എന്ന് 100 ആളുകൾ ഒരുമിച്ച് പാടിയ അതേ പാട്ട് മക്കയിൽ ഖദീജ ഒറ്റക്ക പാടിയത്. മദീനക്കാരെ പോലെ ഖദീജ പാട്ടുകാരി അല്ലാത്തത് കൊണ്ട് മാത്രം മദീനയിലെ എന്ന് ഖദീജ പറയുന്നത് അത് ചെറിയൊരു പെൺകുട്ടിക്ക് പറയാൻ കഴിയൂല. അതിന് പക്വതയെത്തിയ മുഹമ്മദ് മുസ്തഫ അല്ലാതെ തന്നെ പഠിച്ച പെണ്ണിനെ പറയാൻ കഴിയൂ. ആയിരക്കണക്കായ അൻസാരികളുടെ ധർമ്മം ഒറ്റക്ക് നിർവഹിച്ച പെണ്ണിന്റെ ചരിത്രമേ നിങ്ങൾ ഒരു മാംസാർത്ഥയാക്കിയില്ലേ? മാളിക മുകളിൽ കയറി ഒലി കണ്ടിട്ട് നോക്കിയ പെണ്ണാണോ ഖദീജ? ഈ മൗലവിമാർക്ക് പാട്ടേറ്റ് കൊടുത്ത മൗലവിമാർ മൊല്ലമാർക്ക് ചരിത്രം പഠിക്കാതെ ഭീകരമായ തെറ്റുപറ്റി. ആരെയാണ് അവർ കുതിര കയറിയത്? കുടുംബത്തിന്റെ ഉമ്മയെയാണ് കുതിര കയറിയത്. ഖദീജ ഒറ്റക്ക് പാടുന്നു ആ പാട്ടാണ് ഏത്? ഇന്നക്കല്ല തസ്ലീം. ഒന്നും പറ്റൂല, നിങ്ങൾക്കൊന്നും പറ്റൂല. ആര് പറഞ്ഞു? ആയിരക്കണക്കായ ആളുകൾ ചൊല്ലിയത്തുൽ അൽബദ് ഒറ്റക്ക് ഇവിടെ ചൊല്ലുകയാണ്. ആര്? ഖദീജ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര മഹതിയാണ് ഖദീജ. ഇത് ഒരു തൗഫീഖിന്റെ പ്രസംഗമാണ്. ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് പറയാനുള്ള ഒരു സോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലില്ല. ഒരു ചരിത്രം ഇതിങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ മലയാള പുസ്തകങ്ങൾ കിട്ടാവുന്നിടത്തൊക്കെ പറയാം. ഇതൊരു തൗഫീഖിന്റെ പ്രസംഗമാണ്. ഇത് ഖദീജയെ നെല്ലും പതിനും അവതരിച്ചാണ്. സംശയിക്കണ്ട. ഭയങ്കര മഹതിയാണ് അവർ ഭയങ്കര മഹതിയാണ്. അവർ വല്ലാത്ത മഹതിയാണ്. 40 കഴിഞ്ഞ പെണ്ണിന് എത്ര മോളെ വിവാഹം കഴിക്കരുത് മോളെ എന്ന് പറഞ്ഞപ്പോ വേണ്ട ഉമ്മ, വേണ്ട കാക്ക, വേണ്ട മോനെ. ഹക്കീം ബിൻ ഹിസാം മക്കയിൽ അറിയപ്പെട്ട വക്കീല. ആരുടെ? ഖദീജ ബീവിയുടെ ആങ്ങളയുടെ മോനാണ്. ആങ്ങളയുടെ മോന് വരെ പറയുന്നുണ്ട്, അമ്മായി ഒരു കല്യാണം കഴിച്ചു, വേണ്ടട, ഇനിയൊന്നും വേണ്ട.
ആര് പറയാ? ഖദീജ. ആ ഖദീജ പിന്നെ ആളെ പറഞ്ഞേക്ക ആരടുത്തേക്ക്? സലാമത്തേക്ക്. എന്തുകൊണ്ട്? ആലിമത്താണ്. ആലിമത്താണ്. നബി എന്ന് പഠിച്ചതല്ല, വറക്കന്ന് പഠിച്ചതാണ്. തിൽമീദത്താണ്. ആരുടെ? വറക്കയുടെ. വറക്കയുടെ ശിഷ്യാണ് ആര്? ഖദീജ. പഠിക്കാത്ത ഖദീജക്ക്, പഠിച്ച ഖദീജക്ക് പഠിക്കാത്ത മുഹമ്മദ് ഭർത്താവ്. എന്തുകൊണ്ട്? ഇനി അത് കേൾക്കുമ്പോഴത്തിന് ഖദീജക്ക് നേരത്തെ തന്നെ അമ്പിയാക്കൾ അറിയും, മലക്കുകൾ അറിയും, എല്ലാം അറിയും. വേദഗ്രന്ഥങ്ങൾ കേട്ടിട്ടുണ്ട്. ആര്? ഖദീജ. എല്ലാ ചരിത്രം ഞാൻ കേട്ടേക്കും, എല്ലാം കേട്ടേക്കും ഇൻഷാ അല്ലാഹ്. നേരത്തെ വേദഗ്രന്ഥം കേട്ടിട്ടുണ്ട്. ആര്? ഖദീജ. ഖദീജയുടെ ഇക്കാക്കയാണ് എന്ത് ചെയ്തത്? ഇഞ്ചീൽ അറബിയിൽ പരിഭാഷപ്പെടുത്തിയത് ഖദീജയുടെ ഇക്കാക്ക വറക്ക. തൗറാത്ത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്, ഹിബ്രു ഭാഷയിലെ തൗറാത്ത് അറബി ഭാഷയിലാക്കിയത് ഖദീജയുടെ ഇക്കാക്ക വറക്ക. ഒഴിവ് കിട്ടിയാൽ ആ വീട്ടിൽ പോയിരിക്കും. കാനത്തിൽ മീരത്തൻ ഈ വറക്ക. വറക്കയുടെ ശിഷ്യയാണ് ആര്? ഖദീജ. ചരിത്രം ഞാൻ ഉദ്ധരിക്കും. ഇഞ്ചീലിന്റെ മർമ്മം എന്താ? ഇഞ്ചീലിന്റെ മർമ്മം എന്താ? അഹ്മദ് എന്നൊരു പ്രവാചകൻ വരുന്നുണ്ടെന്നല്ലേ ഇഞ്ചീലിന്റെ ഇതിവൃത്തം. ആ ഇഞ്ചീൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? ഖദീജയുടെ ഇക്കാക്ക വറക്ക. അത് പഠിച്ച ആളാണ് ആര്? പണ്ഡിതയായ ഖദീജ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അറിവുള്ള ആളാണ് ആര്? ഖദീജ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അറിവുള്ളവരിൽപ്പെട്ട ആളാണ് ആര്? ഖദീജ. ഖദീജയുടെ ഇക്കാക്കയാണ് ചരിത്രത്തിൽ ആദ്യമായി ഇഞ്ചീൽ അറബി ഭാഷയിലേക്ക് മാറ്റിയത്, തൗറാത്ത് അറബി ഭാഷയിലേക്ക് മാറ്റിയത്. ഈ വീട്ടിൽ പോയി പഠിക്കണ പെണ്ണാണ് ആര്? ഖദീജ. ഒരേലാനങ്ങിയാൽ, ഒരു നേരം വെളുത്താൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ആദ്യം ആരോട് പറയും, ഇന്നലെ രാത്രി ഈ കാക്ക ഞാൻ ഇന്നാലിനെ സ്വപ്നം കണ്ടു. ഈ കാക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ഡിതനാ. പഠിച്ച് 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 ഗ്രന്ഥപാരായണം നടത്തി അവസാനം കണ്ണ് കാഴ്ച പോയി. പിന്നെ അദ്ദേഹത്തിന് ഒക്കെ മനപ്പാടാ. പിന്നെ കിതാബൊന്നും നോക്കണ്ട. ആർക്ക്? വറക്കാക്ക്. വറക്കയുടെ അടുത്ത് ഇങ്ങനെ പോയി നിന്ന വേദം ഇങ്ങനെ ഒഴുകും. പഠിച്ച് 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 ഗ്രന്ഥപാരായണം ആയുസ് മുഴുവനും ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി ചെലവഴിച്ച ആളാണ് ഖദീജയുടെ ഇക്കാക്ക ഇബ്നു അമ്മിഹ, എളാപ്പാന്റെ മോനെ. ഒരുപാട് വയസ്സേറെയുള്ള ഇക്കാക്ക മൂത്ത് നരച്ചിട്ടുണ്ട്. കഷ്ടനഷ്ടപ്പെട്ടിട്ടുണ്ട്. അപൂർവം ആളുകൾ ഇബ്രാഹിം മില്ലത്ത് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് വറക്കയെടുത്തു പോയി. മക്കയിൽ ഒരു തിരുനാളമാണ് ആര്? വറക്ക. ആ വറക്കയുടെ വീട്ടിൽ ആർക്കിരിക്കാമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാം. ആർക്ക്? ഖദീജ ബിവിക്ക്. കാന യുഹിബ്ബുഹാ മിൻ ഖിബലി ത്വഹാറത്തി നഫ്സിഹാ. പരിശുദ്ധയായ പെണ്ണെന്ന നിലയിൽ കുടുംബത്തിൽ വറക്കയ്ക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ് വറക്കയാണ്. ഒരു വിവരം പിടിച്ചാൽ ആദ്യം ഖദീജയോടാ പറയുക. ഒരു ഒഴിവ് കിട്ടിയ വറക്കയുടെ വീട്ടിലാ പോയിരിക്കാം. വറക്കയുടെ വീടും ഖദീജയുടെ വീടും ഒട്ടകലവുമല്ല. മനസ്സിലായോ പറഞ്ഞത്? പതിവാ. അതുകൊണ്ടാണ് വന്നിട്ട് വേഗം റസൂലുള്ളാഹി പിന്നീട് വന്നിട്ട് ഖദീജ എന്നെ പുതപ്പിക്ക് എന്ന് പറഞ്ഞ് പുതപ്പിച്ച് കിടത്തിയിട്ട് അങ്ങനെ ഉമ്മയെ പോലെ സന്തോഷിപ്പിച്ച് പരിചരിച്ച് അങ്ങനെ പുതപ്പെട്ട് കിടത്തി സമാധാനിച്ച് നല്ല ചൂടുള്ള പനിയുണ്ട് ആർക്ക്? റസൂലുള്ളാഹിക്ക്. ബാക്കിയൊക്കെ പിന്നെ വളർന്ന് എന്ന് പറയാണ് ആരോട്? റസൂലുള്ളാഹി. പിന്നെ കുപ്പായം വാരിച്ചിട്ട് പായാണ് ആരെ വീട്ടിലേക്ക്. കാരണം എന്തൊരു കാര്യം സംഭവിച്ചാലും ആരോട് പോയി പറയും? കാരണം ഗുരുനാഥനാണ് ആര്? ഖദീജയുടെ ഗുരുനാഥനാണ് ആര്? വറക്ക. ഈ വറക്ക രാവും പകലും ജനങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ?
മക്കയിൽ ഉദിക്കാൻ പോകുന്ന ആഖിറസമാനിലെ നബിയുടെ വയസ്സ് സമയമായിട്ടുണ്ട് എന്ന് വന്നവരോടൊക്കെ പറഞ്ഞ ആളാണ് ആര്? വറക്ക. ആ വറക്കയുടെ ഏറ്റവും വലിയ ശിഷ്യാണ് ആര്? ഖദീജ. അപ്പൊ എന്തിനാ കിട്ടിയത്? നബിയുടെ ഭാര്യയാകാൻ തന്നെ. ഒന്ന്, ഖദീജക്ക് ബിംബങ്ങളൊന്നും ഇഷ്ടല്ല. ഒറ്റക്കിനെ തച്ചോടക്കാൻ ഖദീജക്കോട്ട് കഴിയൂല. ഒരാളെ കിട്ടണം. ആള് ഇന്റെ കൈയിന്റെ അടിയിൽ നിന്ന് പോകണം. ആ ആളെ നേരം വെളുക്കുന്നവരെ ഈ കൈ തണ്ടയിൽ താങ്ങിയിട്ട് നേരം വെളുക്കുമ്പോ ഇന്റെ കൈ തണ്ടെന്ന് പറഞ്ഞേക്കണം. ഒരൊറ്റ ബിംബത്തിന് ഇഷ്ടമല്ല ആൾക്ക്, ഖദീജക്ക്. അങ്ങനത്തെ ഒരു മഹതിയെ എന്തിന് ചരിത്രമേ നീ ഇങ്ങനെ വക്രീകരിച്ചു? ഖദീജ ബീവിയെ പറ്റി നടന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള പാട്ടുകളും ഖദീജ ബീവിയും ഒരു ബന്ധവും. ഖദീജക്ക് സൗന്ദര്യമില്ലേ? ഒരു പെണ്ണിന് ആഖിലത്തും ആലിമത്തും മുസിന്നത്തും വയസ്സെത്തിയ ഒരു പെണ്ണിന് ആഖിലത്തും ആലിമത്തും ആയ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗത്തൂടെ ആരാ നോക്കുക? എന്റെ നിന്റെ ഒക്കെ എളാമാക്കും മൂത്തമാക്കും ചൊറുക്കുണ്ടാവുമല്ലോ, ആ നിലക്കാണ് അവരെ നോക്കുക. പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ എളാമാന്റെ കൂട്ടത്തിൽ ചൊറുക്കുള്ള ഇളയമ്മയുടെ കൂടെ ഒരു ചൊറുക്കും സൗന്ദര്യമുള്ള ഇളയമാമക്ക് ഉണ്ടായിക്കൂടെ? കാരണം 45-50 വയസ്സായ ഉമ്മ എളാമ്മ, ആ എളാമക്ക് നല്ല ചൊറുക്കുണ്ട്. ആ ചൊറുക്കിന്റെ ഭാഗത്തൂടെയോ അവരെ നിങ്ങൾ പറയാം? നിങ്ങൾ അവരെ പറ്റി പറയണ്ട. നമ്മളെ കുടുംബത്തിലെ വിഷയത്തിന് പറ്റിയിരുന്നത് നട്ടാത്തേരുന്നു, നമ്മളെ മുത്തമ്മയിലും അങ്ങനല്ലേ പറയാ? അതല്ലേ അവരെ ഷറഫ്? ആ ചിന്തിക്ക്. അത് പെണ്ണെന്നതിന് സൗന്ദര്യം ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ട്? തറവാട്ടുകാരി പെണ്ണല്ലേ, ഖുലൈദിന്റെ മോളല്ലേ. അങ്ങനത്തെ ഒരു പെണ്ണിന് സൗന്ദര്യം ഉണ്ടാകൽ സ്വാഭാവികമല്ലേ. ഖുറൈശാകട്ടെ ഭയങ്കര ചൊറുക്കുള്ള കൂട്ടരുമല്ലേ. ഖുറൈശികളെ ഖദീജക്ക് മാത്രം ചൊറുക്കുണ്ടായത് വേണ്ട അല്ല, അങ്ങനെ. ഞാൻ പറഞ്ഞുതരാം. അബൂലഹബിന്റെ ഭാര്യ അറുവയെ എന്തേലും മനുഷ്യന്മാര് വിളിച്ചിരുന്നു ഉമ്മു ജമീല്, സൗന്ദര്യമാണ്. ആ പെണ്ണിനല്ലേ ഖുർആൻ വിമർശിച്ചത്? ഈ പെണ്ണാരാ? ഉമ്മു ജമീൽ, സൗന്ദര്യറാണി. സൗന്ദര്യറാണിയാൻ കാരണം എന്താ? അവരും ആണുങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, പെണ്ണിന് മാത്രം സൗന്ദര്യമുണ്ട്. ആണുങ്ങളൊക്കെ കുഴങ്ങ. ഖദീജക്ക് സൗന്ദര്യമുണ്ട്. ഖദീജക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സൗന്ദര്യം മുഹമ്മദ് മുസ്തഫക്കില്ലേ? മനസ്സിലായോ കുട്ടി? മുഹമ്മദ് മുസ്തഫയുടെ സൗന്ദര്യം അവിടെ കണക്കാക്കേണ്ടത്. ഖദീജ ബീവി എന്ത്? ഖദീജ ബീവി നമ്മ സ്വാഭാവിക ഉണ്ടാവുമല്ലോ. സൗന്ദര്യ റാണിന്തല്ല അവിടെ ആര്? പറ. അബൂലഹബിന്റെ ഭാര്യ സൗന്ദര്യ റാണിയാ. സൗന്ദര്യറാണിമാരായി പരിഗണിക്കപ്പെട്ട പെണ്ണുങ്ങൾ വേറെയുണ്ട്. ആ ലിസ്റ്റിൽ ആരില്ല? ഖദീജല്ല. അങ്ങനെയല്ലേ കേട്ടണ്ട്? ജമാലാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെയല്ലേ കേട്ടണ്ട്? കരികരുത്തനായ യുവാവായ മുഹമ്മദ് മുസ്തഫ തന്റെ യൗവനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാലത്ത് പോലും തന്റെ കാമപൂർത്തീകരണത്തിനെ പരിഗണിച്ചില്ല. അതവരെ വിവാഹത്തിന്റെ മർമ്മപ്പെട്ട ലക്ഷ്യമല്ല. നിങ്ങൾ ചിന്തിക്ക്. ഖദീജയേക്കാൾ സുന്ദരിയായ പെണ്ണുങ്ങളെ മുസ്തഫ നബിക്ക് കൊടുത്തു. പക്ഷെ ഒറ്റ കുട്ടികളുണ്ടായില്ല. ഈ തുണ്ടിന കുട്ടികളുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ത്വാഹിറത്താണ്. ഈ കുട്ടികൾ ഖിയാമത്ത് നാൾ വരെ ദീന്റെ പരിഷ്ഠി കാക്കണം. മനസ്സിലായില്ല? അവരൊക്കെ നല്ലവരല്ല, പിന്നീട് വന്നു നല്ലവരൊക്കെ തന്നെ. പക്ഷേ നല്ലവരിൽ നല്ലവളാണ് ആര്? ഖദീജ. സ്വർഗത്തിലെ നേതൃസ്ഥാനത്ത് 4 പെണ്ണുങ്ങളാണ് ഖദീജ ബിൻത് ഖുവൈലിദ്. മറ്റൊരു പെണ്ണിനെ ഞാൻ കൊടുത്ത് പറഞ്ഞില്ല. മനസ്സിലായില്ല? 4 പെണ്ണുങ്ങൾ സ്വർഗീയ നേതൃസ്ഥാനത്തായ വനിതകളാണ്. അതിൽ പിന്നീട് കിട്ടിയ ഒരൊറ്റ പെണ്ണിനെ അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല. അതിലൊന്നാരാ? ഒന്ന് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ആസിയ. ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ, പണ്ടത്തെ. മനസ്സിലായില്ലേ? പഴയ കാലത്തെ. ഒന്ന് ആസിയ ബീവി, പിന്നെ മറിയം, പിന്നെ സ്വന്തം മകൾ ഫാത്തിമ, പിന്നെ ഖദീജ. ഒന്നാമത്തെ ഖദീജ റളിയല്ലാഹു അൻഹ. മനസ്സിലായോ പറഞ്ഞത്? വേറെ പെണ്ണുങ്ങളൊക്കെ കിട്ടിയിട്ട് റസൂലുള്ളാഹിക്ക് അവരെ സ്വർഗത്തിലെ നേതൃസ്ഥാനത്താണ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തില്ല. അവർക്ക് സ്വർഗല്ലേ ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ നേതൃസ്ഥാനത്ത് അവരൊന്നുമല്ല. ആ പെണ്ണുങ്ങളൊന്നും റസൂലുള്ളാഹിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഈ പെണ്ണിനുണ്ടായി. ഈ പെണ്ണാകട്ടെ ഈ പെണ്ണിനേക്കാൾ സുന്ദരികളായ പെണ്ണുങ്ങൾ റസൂലുള്ളാഹി കിട്ടിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ വിവാഹത്തിന്റെ ലക്ഷ്യം എന്തല്ല?
സൗന്ദര്യമല്ല, പകരെന്താ? ദീനാണ്. ഈ കൂട്ടത്തിൽ ത്വാഹിറ, നബി വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ എന്ന് ജാഹിലിയ കാലത്ത് വിളിച്ചിരുന്ന പെണ്ണാണ് ആര്? ആ പെണ്ണിന്റെ മക്കളാണ് ഇന്നത്തെ അഹ്ലുൽ ബൈത്ത്. അതാണ് ഇവിടെ ഈ ഉമ്മാനെ അവതരിപ്പിക്കാനുള്ള കാരണം. ഈ ഉമ്മാന്റെ മേൽ എന്തിന് ഓറിയന്റലിസ്റ്റുകൾ പിടികൂടി? എന്തുകൊണ്ട്? വേറെ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്നെ അവരെ പിടികൂടാഞ്ഞു? ഈ പെണ്ണിനെ പിടികൂടിയാലേ ഈ കുടുംബത്തിന് ആശങ്ക പറ്റുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഇത്രയേറെ വേറൊരു ഭാര്യമായി നാശാക്കി അവതരിപ്പിച്ചിട്ടില്ലല്ലോ. കുട്ടികളില്ല റസൂലുള്ളാഹിക്ക്. ഖദീജ ഇന്നും മരിച്ചിട്ടില്ല. ഖദീജയിലാണ് ഇപ്പോഴും ആരുള്ളത്? മക്കളുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് ആൺകുട്ടി വരാൻ പോകുന്നുണ്ട്, പരിശുദ്ധൻ. അതിനാദ്യം അമ്മ പരിശുദ്ധയാണ്. ഉമ്മനെ കാമാർത്ത കണ്ണിലൂടെ മാളിക മുകളിലെ ബാൽക്കണിയിൽ പോയി നോക്കി പുരുഷനെ തിരക്കണില്ലല്ലോ, നല്ല മാറുവിടുണ്ടല്ലോ, നല്ല കുപ്പായ മാറുണ്ടല്ലോ നോക്കിയതാണ് എങ്കിൽ അങ്ങനെയാണല്ലോ. മാളിക മുകളിൽ നോക്കി പോയി കയറണം. എന്തിനാണ് പുരുഷനെ കാണാൻ മാളിക മുകളിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല? പുരുഷനെ കാണാൻ പുരുഷൻ പോലും അറിയാതെ പുരുഷനെ ശരിക്കും കാണാൻ. തരുണിമണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നു എന്നാണ്. അങ്ങനെ തന്നെയല്ലേ പാറകുട്ടി? അങ്ങനെയല്ലേ കുറച്ചു കാലമായിട്ട് പാടിയത്? ചിന്തിക്ക്, എന്തേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്? എന്തേ പഠിച്ചില്ല ചരിത്രം? ഇത് വളരെ പഠിക്കണം. ഇതിൽ ഇനിയും പഠിക്കാനുണ്ട്. അടുത്ത ആഴ്ച പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഭയങ്കര ചരിത്രം. ഞാനും സാധനങ്ങളും ഇനിയും കേട്ട് കണക്കിനുണ്ട്. ചരിത്രം ഒരു കാര്യം ഉറപ്പ്, അറബ് ചരിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ഈ കാണുന്ന ഒരു മാംസാർത്ഥയായ ഒരു ഖദീജയെ അറബ് ചരിത്രം അവതരിപ്പിക്കണില്ല. അവിടെ പരിശുദ്ധയായ ഖദീജ. എന്തിന് ത്വാഹിറ എന്നാണ് ജാഹിലിയ കാലത്ത് ഖദീജയുടെ പേരെന്ന് പോലും നമുക്കറിയില്ല. അറിയോ? ഏറ്റവും പരിശുദ്ധ എന്ന് റസൂലുള്ള വരുന്നതിന് മുമ്പ് 25-ാമത്തെ വയസ്സ് റസൂള്ള കെട്ടിയിട്ട് പിന്നെ 15 കൊല്ലം കഴിഞ്ഞാൽ നുബുവത്തിട്ടണ്. അതിന്റെ മുമ്പ് റസൂള്ളാന്റെ കുട്ടിക്കാലത്തെ ഖദീജ ബീവിയെ നാട്ടുകാർ വിളിക്കുക ത്വാഹിറാണ്, പരിശുദ്ധ. ഒരു അലവലാത്തിനുമില്ല, ഒരു തോന്നിയാസത്തിനുമില്ല, ഒരു മോശപ്പെട്ട സ്ഥലത്തും ആരുണ്ടാവില്ല, ഖദീജ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖദീജ അങ്ങനെയാണല്ലോ. നട്ടപ്പാതിരക്ക് ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. ആര്? നട്ടപ്പാതിര 9 മൈൽസ് നടക്കണം. നട്ടപ്പാതിരക്ക് പോരാ, പേടിയില്ല. എന്തുകൊണ്ട്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ഒരാൾ അല്ലാഹനെ പേടിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും അത് പേടിക്കൊള്ളു. മനസ്സിലായോ? 9 മൈൽ ഇങ്ങനെ നട്ടപ്പാതിര നടന്നു പോരാ ഖദീജ ബീവി. കുറച്ചേരം റസൂലാണ്, പിന്നെ നിൽക്കൂല. കാരണം റസൂലുള്ളാഹിക്ക് രാത്രി പകുതി കഴിഞ്ഞ് ആരാധിക്കേണ്ടിയിരുന്നു. പകുതി വരെ ആരെ കൂടെ കഴിയും? നേരം വെളുത്താൽ കച്ചവടം, കാര്യം, പണം, ഭയങ്കര പൈസ ഉണ്ടാക്കുന്നതൊക്കെ പൈസ ഒരുക്കിക്ക. ആർക്ക്? ഈ പൈസ ഒരുക്കൂട്ടിയൊക്കെ ആർക്ക്? കൊടുക്കാന്. കാരണം പാടാ അറിയാം, ഞാൻ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ എന്ന നബിയാകാൻ പോകുന്ന ആളെ ഭാര്യ. അന്ന് ആവശ്യം ഉണ്ടാവും എന്ത്? പണം. ഈ പണം മദീനത്ത് അൻസാറ കൊടുക്കണത്, ഒറ്റപ്പെടങ്ങൾ കൊടുക്കണില്ല. മനസ്സിലായോ? ഇവിടെ അൻസാറില്ല. അപ്പൊ ആരെന്നെ കൊടുക്കണം? ഭാര്യ തന്നെ കൊടുക്കണം. അതിനാണ് ഖദീജ. സാന്ത്വനിപ്പിക്കുക, പണം കൊടുക്കുക. പണം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് കഴിയില്ല. ഏതൊരു വിപ്ലവം നടക്കലും എന്ത് വേണം? പണം വേണം. മനസ്സിലായോ പറഞ്ഞത്? തന്നെയും തന്റെ ധനത്തെയും ഹിബത്ത് കൊടുത്തതാണ്. തന്നെയും തന്റെ ധനത്തെയും നബിയെ ഏൽപ്പിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അടിമക്കുട്ടി ഉണ്ടായിരുന്നു. ആ അടിമക്കുട്ടിയെ 1-ാം രാത്രി തന്നെ റസൂലുള്ളാഹി കൊടുത്തു. എന്റെ അടിമക്കുട്ടിയാണ്, എടുത്തു. റസൂലുള്ളാഹി ആ അടിമക്കുട്ടിയെ സ്വതന്ത്രനാക്കി, പിന്നെ സ്വന്തം കുഞ്ഞുമോനാക്കി. അതാണ് ആര്? സെയ്ദ്. റസൂലുള്ളാഹിന്റെ കുഞ്ഞുമോൻ, പിറക്കാത്ത മോനാണ് ആര്? സെയ്ദ്. ആ സെയ്ദ് അടിമക്കുട്ടി ആരുടെ? ഖദീജയുടെ. 1-ാം തീയതി ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. കിടപ്പുമുറിയിലേക്ക് ആദ്യ രാത്രി ഇങ്ങനെ വരുമ്പോ സെയ്ദിന്റെ കൈയും പിടിച്ചു വരിക. വിവാഹ സമ്മാനം വേണ്ടേ? ഇത് ഞാൻ കുട്ടിയെ പോലെ വളർത്തുന്ന എന്റെ അടിമക്കുട്ടിയാണ്, എടുത്തോളൂ. റസൂൽ വാങ്ങും, പിന്നെ സ്വതന്ത്രനാക്കും, പിന്നെ സ്വന്തം മോനാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പഠിക്കാത്ത ബന്ധമുണ്ട്. ഭീമമായ അബദ്ധങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ മുത്തഖി സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ.